إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു നൽകിയ ഈ ദീൻ അത് സമ്പൂർണ്ണമാണ്, പരിപൂർണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങളുടെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വ അത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഞാൻ നിറവേറ്റുകയും ചെയ്തിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ദീനായി മതമായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ദീനിലെ മുഴുവൻ നിയമങ്ങളും അത് നീതിയുക്തമാണ്, അത് പരിപൂർണമാണ്. അതിലേക്ക് ഇനി കൂട്ടിച്ചേർക്കുവാനോ വെട്ടിച്ചുരുക്കുവാനോ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധികൾ അതിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവനാണ് മുസ്ലിം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ വിധികളോളം നല്ല വിധികൾ ഈ ലോകത്ത് മറ്റൊന്നും തന്നെയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചില്ലേ, അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ, വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും വലിയ വിധികർത്താവ് അള്ളാഹു അല്ലയോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചതായി കാണാം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധികൾ, ഈ ദീനിലെ ഓരോ നിയമങ്ങളും അത് യുക്തിപൂർണമാണ്, അത് കൃത്യവും അത് നീതിപൂർണവുമാണ് എന്ന ബോധ്യമാണ് മുസ്ലിമായ ഓരോ വ്യക്തികളുടെയും മനസ്സിൽ ആദ്യമായി നാം ഉറപ്പിക്കേണ്ട കാര്യം. ഈ ദീനിൻ്റെ വിധികൾക്കെതിരായി ആരൊക്കെ നിലകൊണ്ടാലും, എത്ര തന്നെ വലിയ 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 പരീക്ഷണശാലകളിലൂടെ സ്ഥിരപ്പെട്ട കാര്യങ്ങളാണെങ്കിലും, ഈ ദീനിനെതിരായിക്കൊണ്ട് ആരൊക്കെ നിലകൊണ്ടാലും അതെല്ലാം തീർത്തും അബദ്ധമാണ്, അതെല്ലാം തീർത്തും തെറ്റാണ് എന്നാണ് ഒരു മുഅ്മിനായ ഒരു മുസ്ലിമായ വ്യക്തി വിശ്വസിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ, അള്ളാഹുവിൻ്റെ വിധികൾ അത് നമ്മെ പ്രയാസപ്പെടുത്തുവാൻ, നമ്മെ ബുദ്ധിമുട്ടിക്കുവാനല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്. നോമ്പിനെ കുറിച്ച് പറയവേ, നോമ്പിൻ്റെ ആയത്തുകൾ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യുരീദുല്ലാഹു ബികുമുൽ യുസ്ർ, നോൻപിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പ്രയാസമല്ല, മറിച്ച് എളുപ്പമാണ്, ആശ്വാസമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബികുമുൽ ഉസ്ർ, നോമ്പിലൂടെ നിങ്ങളെ പ്രയാസപ്പെടുത്തുവാൻ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്നത്, അവരുടെ കഴിവിൻ്റെ പരിധിയിലുള്ളത് അത് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ മതനിയമമാക്കുന്നത്. നമസ്കാരത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, സല്ലി ഖായിമ, നിനക്ക് കഴിവുണ്ടെങ്കിൽ നിർബന്ധ നമസ്കാരങ്ങൾ നീ നിന്നുകൊണ്ട് നമസ്കരിക്കേണ്ടതുണ്ട്. ഫഇല്ലം തസ്തതി' ഫഖാഇദ, ഇനി നിനക്ക് നിൽക്കാൻ കഴിവില്ലെങ്കിൽ നീ ഇരുന്നു കൊണ്ട് നമസ്കരിക്കുക. ഫഇല്ലം തസ്തതി' ഫഅലാ ജംബിൻ, ഇനി അതിനും കഴിയില്ല എങ്കിൽ നിന്റെ പാർശ്വങ്ങളിലായി കിടന്നുകൊണ്ട് നീ നമസ്കരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. വെള്ളം കിട്ടാതെ വരുമ്പോൾ, വെള്ളം ഉപയോഗിക്കാൻ കഴിയാതെ വരുമ്പോൾ തയമ്മും എന്ന രൂപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മതനിയമമാക്കുകയാണ്. അതുപോലെ വുദൂഇന്റെ സന്ദർഭത്തിൽ എല്ലാ അവയവങ്ങളും നാം കഴുകാറാണുള്ളത്, എന്നാൽ തലയും ചെവിയും നാം തടവാറാണുള്ളത്. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തലയും ചെവിയും തടവണമെന്ന് കൽപ്പിച്ചത്? എല്ലാ നേരവും വുദൂ എടുക്കുന്ന സമയത്ത് തല കഴുകണം, ചെവി കഴുകണമെന്നാണ് അല്ലാഹു നിർബന്ധമാക്കിയതെങ്കിൽ അത് നിനക്ക് കഴിയുമായിരുന്നില്ല, അത് നിനക്ക് പ്രയാസമാകുമായിരുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ അത് എളുപ്പമാണ്, അത് കൃത്യമാണ്, അത് മനുഷ്യന്റെ പ്രകൃതിക്ക് ഇണങ്ങുന്നതാണ് എന്ന് നാം വിശ്വസിക്കേണ്ടതുണ്ട്. നല്ല ഭക്ഷണങ്ങൾ, നല്ല പാനീയങ്ങൾ, നല്ല പാർപ്പിടങ്ങൾ, നല്ല വസ്ത്രങ്ങൾ, ഇതെല്ലാം അല്ലാഹു നമുക്ക് അനുവദിച്ചു നൽകി. എന്നാൽ മോശമായത്,
മ്ലേച്ഛമായതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കുകയാണ്. കാഷ്ടവും മലവും മൂത്രവും രക്തവും അതുപോലെ പന്നിമാംസവും ഇങ്ങനെ വെറുക്കപ്പെട്ട കാര്യങ്ങൾ, പലിശയും മറ്റെല്ലാ ഹറാമാക്കിയ കാര്യങ്ങളും അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിഷിദ്ധമാക്കുകയാണ്. അതുകൊണ്ട് ദീനിന്റെ നിയമങ്ങൾ അത് കാലഘട്ടത്തിനനുസരിച്ച് തിരുത്തപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ അതിൽ വൈവിധ്യങ്ങൾ കൊണ്ടുവരേണ്ടതാണ് എന്നാരെങ്കിലും വാദിക്കുകയാണെങ്കിൽ അത് തീർത്തും അബദ്ധമാണ് എന്ന് മനസ്സിലാക്കുക. ദീൻ എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അത് പരിപൂർണമാണ്. അതല്ലാതെ ദീൻ എന്ന് പറയുന്നത് ഏതെങ്കിലും പണ്ഡിതന്മാർ ഇമാമുമാർ ഒരുമിച്ച് കൂടി അവരെടുത്ത തീരുമാനമല്ല ഇസ്ലാമിലെ നിയമങ്ങളെന്ന് ആദ്യമേ നാം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ദീനിന്റെ നിയമങ്ങൾക്ക് പൂർണ്ണമായും ഒരു മുസ്ലിമായ ആണും പെണ്ണും അതിന് കീഴ്പ്പെടേണ്ടതുണ്ട്. അവനെയാണ് മുസ്ലിം എന്ന് പറയുന്നത്. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് പ്രത്യേകമായ സ്ഥാനവും പരിഗണനയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഇസ്ലാം ദീനിനേക്കാൾ സ്ത്രീകൾക്ക് സുരക്ഷിതത്വവും അവരുടെ പവിത്രതയും അവരുടെ അഭിമാനവും അവരുടെ സംരക്ഷണവും ഒരുക്കുന്ന മറ്റൊരു മതവും നമുക്ക് കണ്ടെത്തുക സാധ്യമല്ല. ഇസ്ലാമിന് മുൻപുള്ള ജാഹിലിയ്യ കാലഘട്ടം, ആ കാലഘട്ടത്തെക്കുറിച്ച് നാം ഒന്നറിയേണ്ടതുണ്ട്. അങ്ങാടികളിൽ മാർക്കറ്റുകളിൽ വിൽക്കപ്പെടുന്ന ഒരു ചരക്ക് വസ്തു പോലെയായിരുന്നു സ്ത്രീകൾ എന്ന് പറയുന്നത്. ഇഷ്ടമുള്ളവർ വാങ്ങുകയും ഇഷ്ടമുള്ളവർ ഭോഗിക്കുകയും ചെയ്യുന്ന ഒരു കച്ചവട ചരക്ക് മാത്രമായിരുന്നു സ്ത്രീ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് അനന്തരാവകാശം നൽകിയിരുന്നില്ല, അത് മുഴുവനായും പുരുഷന്മാരായിരുന്നു കൈവശപ്പെടുത്തിയിരുന്നത്. അതുപോലെ ഒരു സ്ത്രീയെ എത്ര വേണമെങ്കിലും തലാഖ് ചെല്ലാം, ഒരു പുരുഷനും എത്ര സ്ത്രീകളുമായും ബന്ധം പുലർത്താം എന്നിങ്ങനെയൊക്കെ വളരെ പിഴച്ചുപോയ വളരെ അന്ധകാര നിബിഡമായ വിശ്വാസങ്ങളായിരുന്നു ജാഹിലിയ്യ കാലഘട്ടത്തുണ്ടായിരുന്നതും. അതുപോലെ പിറന്നു വീഴുന്നതും അത് പെൺകുട്ടിയാണെങ്കിൽ അതിൻ്റെ അപമാനം സഹിക്കവയ്യാതെ അവർ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നു. അറബികളുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അവരവരുടെ പ്രസവത്തോടടുക്കുമ്പോൾ അവരുടെ വീടിൻ്റെ അടുത്ത് അവരൊരു വലിയ കുഴിയെടുക്കുന്നതാണ്. ഇനി പ്രസവിച്ചത് പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ ഉടനെ തന്നെ ആ കുഴിയിലേക്കിട്ട് അവർ മണ്ണിട്ട് മൂടുന്നതാണ് എന്ന് ഇസ്ലാമിക ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അവിടെയാണ് ഇസ്ലാം കടന്നു വരുന്നത്. അവർ സ്ത്രീകൾക്ക് വേണ്ട ഓരോ ഘട്ടത്തിലും സ്ത്രീകളെ അവരെ പരിഗണിക്കുകയും അവർക്ക് വേണ്ട സ്ഥാനവും മഹത്വവും വകവെച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പെൺകുട്ടിയായി ജനിച്ചാൽ അവർക്ക് ജനിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഇസ്ലാം നൽകുന്നുണ്ട്. മാത്രമല്ല ഒരു പെൺകുട്ടിയെ നല്ല നിലക്ക് വളർത്തുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരോട് റഹ്മത്തോടുകൂടി പെരുമാറുകയും ചെയ്താൽ അവന് സ്വർഗമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അങ്ങനെ ആ സ്ത്രീ വളർന്ന് വലുതായി അവളുടെ വിവാഹപ്രായമെത്തിയാൽ വിവാഹം കഴിക്കുന്നതോടുകൂടി അവൾ വീണ്ടും ഉന്നതിയിലേക്ക് എത്തുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ തങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്നവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അങ്ങനെ വിവാഹപ്രായം കഴിഞ്ഞു, അവൾ ഒരു ഉമ്മയാവുകയാണ്. ഉമ്മയാകുമ്പോൾ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ബാധ്യതപ്പെട്ടിരിക്കുന്നത് ഉമ്മയോടാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നല്ല രണ്ടല്ല 3 തവണ ആവർത്തിച്ച് പറയുകയുണ്ടായി. അതുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ട പരിഗണനയും സ്ഥാനവുമെല്ലാം ഇസ്ലാം വകവെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സ്ത്രീ അവൾ ത്വലാഖ് ചെയ്യപ്പെട്ടു, അവൾ വിധവയാണെന്ന് വിചാരിക്കുക, അവളെ സംരക്ഷിക്കുന്നവർക്ക് അത്തരക്കാരെ ചേർത്ത് പിടിക്കുന്നവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വലിയ പ്രതിഫലങ്ങളാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. പകൽ മുഴുവൻ നോമ്പനുഷ്ഠിക്കുകയും രാത്രി മുഴുവൻ നമസ്കരിക്കുകയും ചെയ്യുന്നവരുടെ പ്രതിഫലമാണ് വിധവകളെ സംരക്ഷിക്കുന്നവർക്കെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അനന്തരാവകാശത്തിൽ സ്ത്രീകൾക്കുള്ള ഓഹരി കൃത്യമായി ഇസ്ലാം അത് വീതിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ സ്ത്രീകളെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അതുപോലെ നൽകുകയും ചെയ്ത മതം ഇസ്ലാമല്ലാതെ മറ്റൊന്നും നമുക്ക് കണ്ടെത്തുക സാധ്യമല്ല. അതുകൊണ്ട് സ്ത്രീകളുടെ വിധിവിലക്കുകൾ അള്ളാഹു നമുക്ക് വിവരിച്ച് നൽകിയിട്ടുണ്ട്. ആ വിധികൾ ഓരോന്നും മുറുകെ പിടിക്കുക എന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമാണ്. അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം അവരെ വരിഞ്ഞു മുറുക്കുകയല്ല, മറിച്ച് അവർക്കുള്ള സംരക്ഷണവും സുരക്ഷിതത്വവുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ ഉദ്ദേശിക്കുന്നത്. സ്ത്രീകളെ ബാധിക്കുന്ന ചില നിയമങ്ങളുണ്ട്. അവർ അനാവശ്യമായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സുഗന്ധം പൂശാൻ പാടില്ല, അന്യപുരുഷന്മാരുമായി അവർ കൂടിക്കലരാൻ പാടില്ല, മഹ്റമില്ലാതെ അവർ യാത്ര ചെയ്യാൻ പാടില്ല, അവരുടെ അലങ്കാരവും സൗന്ദര്യവും അന്യപുരുഷന്മാരുടെ മുൻപിൽ ഒഴിവാക്കാൻ പാടില്ല. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ്, നിങ്ങളിൽ നിന്ന് വൃത്തികേടുകൾ, മാലിന്യങ്ങൾ, മ്ലേച്ഛതകൾ അതില്ലായ്മ ചെയ്യുവാൻ, അതിനെ നീക്കിക്കളയുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള നിയമങ്ങളിലൂടെ അല്ലാഹു ഉദ്ദേശിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിധിവിലക്കാണ് അവരുടെ ഹിജാബുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. നമ്മുടെ നാട്ടിൽ പല ഘട്ടങ്ങളിലായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഹിജാബ് എന്ന് പറയുന്നത്. അതിനു മുൻപ് എന്താണ് ഹിജാബ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പല ആളുകളും ധരിച്ചിരിക്കുന്നത് ഹിജാബ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ തലയിലൂടെ ചുറ്റിക്കിടക്കുന്ന 1/2 മീറ്റർ തുണിക്കഷ്ണമാണ് എന്നതാണ് പലരുടെയും ധാരണ.
ആ തുണിക്കഷ്ണം ധരിക്കുന്നതോടുകൂടി അതോടുകൂടി ഇസ്ലാമിന്റെ ഹിജാബ് പാലിക്കപ്പെട്ടു എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. അവർ തലയിലൂടെ ഒരു തുണി ചുറ്റിയിട്ടുണ്ട്, അവരുടെ കഴുത്ത് കാണുന്നുണ്ട്, അവരുടെ മാറിടങ്ങൾ കാണുന്നുണ്ട്, അവരുടെ സൗന്ദര്യത്തിന്റെ അടയാളമായ മുഖവും മറ്റുമെല്ലാം അവർ പ്രദർശിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിന്റെ ഭാഷയിൽ ഹിജാബ് എന്ന് പറഞ്ഞാൽ എന്താണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സ്ത്രീയുടെ തല മുതൽ അവരുടെ ശരീരം മുഴുവൻ അവരുടെ അലങ്കാരങ്ങളും സൗന്ദര്യങ്ങളും എല്ലാം മറച്ചു വെക്കുന്ന വസ്ത്രമാണ് ഹിജാബ് എന്ന് പറയുന്നത്. ആ ഹിജാബ് അത് ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് അവളുടെ ദീനാണ്. അതൊരു നാട്ടാചാരമായി, അതൊരു കുടുംബ പാരമ്പര്യമായി, അതൊരു ഫാഷനായി, അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിന്റെ, ഒരു സ്വാതന്ത്ര്യ അവകാശത്തിന്റെ അടയാളമായി അവൾ ധരിക്കേണ്ടുന്ന വസ്ത്രമല്ല ഹിജാബ് എന്ന് പറയുന്നത്. പലരും അങ്ങനെയാണ്, അവർക്കതൊരു ഫാഷനാണ്, അതല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു പ്രതിഷേധത്തിന്റെ അടയാളമായി ഹിജാബ് ധരിക്കുന്നവരുണ്ട്. ചില ആളുകൾ പറയുന്നത് അത് സ്വാതന്ത്ര്യത്തിന്റെ അവകാശത്തിന്റെ ഒരു അടയാളമായി കൊണ്ടാണ്. എല്ലാവർക്കും എല്ലാ വസ്ത്രവും ധരിക്കാം, ആ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഹിജാബും ധരിക്കണം എന്നാണ് ചിലർ പറയുന്നത്. ചില മുസ്ലിം നാമധാരികളായവർ, ചില മുസ്ലിം പെൺകുട്ടികൾ, അവരൊക്കെ മീഡിയകൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞില്ലേ എല്ലാവർക്കും ഇഷ്ടമുള്ളത് ധരിക്കാം, അതുകൊണ്ട് ഹിജാബ് ധരിക്കാൻ ഞങ്ങൾക്ക് അനുവാദം വേണം, അവകാശം വേണം, അത് നിർബന്ധമാണ് എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ധരിക്കാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം എന്നതാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഹിജാബ് എന്ന് പറയുന്നത് അതൊരു ഫാഷനല്ല, അതൊരു പ്രതിഷേധത്തിന്റെ അടയാളമല്ല, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുറവിളിയല്ല, അത് അവരുടെ ദീനാണ്, അത് അവരുടെ നമസ്കാരം. അവർക്ക് നമസ്കാരം എങ്ങനെ നിർബന്ധമാണോ, അവർക്ക് റമദാനിലെ നോമ്പ് എങ്ങനെ നിർബന്ധമാണോ, അതുപോലെ അള്ളാഹു നിർബന്ധമാക്കിയ ഒരു നിർബന്ധ ബാധ്യതയാണ് അവളുടെ ഹിജാബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഒന്നാമത്തെ ചോയ്സ് അത് ഇസ്ലാമാണ്, അള്ളാഹുവിന്റെ ചോയ്സാണ് നമുക്കുണ്ടാകേണ്ടത്. ദീനിന്റെ വിഷയത്തിൽ പ്രത്യേകമായി മറ്റൊരു ചോയ്സ് ഒരു മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ല. മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന് കീഴ്പ്പെട്ടവൻ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കുന്നവൻ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലിയ, അത് പ്രഖ്യാപിച്ച മുസ്ലിമായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഹിജാബ് പാലിക്കൽ അത് നിർബന്ധമാണ്. അത് ഏതെങ്കിലും രാജ്യക്കാർക്ക് മാത്രമുള്ളതല്ല, മറിച്ച് ഷഹാദത്ത് കലിമ പ്രഖ്യാപിച്ച ഓരോ സ്ത്രീകളും അത് ധരിക്കേണ്ടതുണ്ട്, പാലിക്കേണ്ടതുണ്ട് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കുക. അതുകൊണ്ട് ഹിജാബ് ധരിക്കുമ്പോൾ അതിന്റെ പേരിൽ പ്രയാസങ്ങളും പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ നേരിടേണ്ടി വരുമ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് ഓർക്കേണ്ടതുണ്ട്. ഫലാ വറബ്ബിക, നിന്റെ റബ്ബ് തന്നെയാണ് സത്യം, ലാ യുഅ്മിനൂന, അവർ മുഅ്മിനീങ്ങളാവുകയില്ല, ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ ഒരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടാവുകയും അങ്ങനെ റസൂലെ അവർ അഭിപ്രായ ഭിന്നതയുണ്ടായ കാര്യത്തിൽ താങ്കളെ വിധികർത്താവായി സ്വീകരിക്കുകയും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കൽപ്പിച്ച വിധിയിൽ യാതൊരു മനപ്രയാസമില്ലാതിരിക്കുകയും അതിന് പരിപൂർണമായും കീഴൊതുങ്ങുകയും ചെയ്യുന്നത് വരെ അവർ മുഅ്മിനീങ്ങളാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിധിയാണ് ഹിജാബ് എന്ന് പറയുന്നത്. അത് നാം മനസ്സിലാക്കുകയും അതപ്രകാരം തന്നെ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഹിജാബിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എന്താണ് ഇസ്ലാമിലെ ഹിജാബ് എന്നും നാം ഓരോരുത്തരും അറിയേണ്ടതുണ്ട്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്, യർഹമുല്ലാഹു നിസാഅൽ മുഹാജിറാത്തിൽ ഉവൽ, ആദ്യകാലക്കാരായ മുഹാജിറാത്തുകളായ സ്ത്രീകൾ അവരോട് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. എന്നിട്ട് അവർ പറയുന്നു, ലമ്മ അൻസലല്ലാഹു വൽയദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഇറക്കുകയാണ്. അവരുടെ മക്കനകൾ, അവരുടെ വസ്ത്രങ്ങൾ, അവരുടെ കുപ്പായങ്ങൾക്കു മീതെ, അവരുടെ മാറുകൾക്കു മീതെ അവർ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ, അഥവാ അവരുടെ തലയും കഴുത്തും മുഖവുമെല്ലാം അവർ മറച്ചുകൊള്ളട്ടെ എന്ന അല്ലാഹുവിന്റെ കൽപ്പന ഇറങ്ങിയപ്പോൾ മുഹാജിറുകളായ സ്ത്രീകൾ അവരുടെ കയ്യിൽ വേണ്ടാത്ത വസ്ത്രമില്ലായിരുന്നു, അവർ ദരിദ്രരായ സ്ത്രീകളായിരുന്നു. അവർ അവരുടെ വിരിപ്പുകൾ, അവരുടെ മറ്റു വസ്ത്രങ്ങളെല്ലാം കീറുകയും അത് ഉപയോഗിച്ച് അവരുടെ ശരീരങ്ങൾ മുഴുവൻ മറക്കുകയും ചെയ്തു എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മുസ്ലിം സ്ത്രീകൾ അവരെ ഹിജാബിൽ നിന്ന് മോചിപ്പിക്കണമെന്നും ഹിജാബിൽ നിന്ന് അവർക്ക് സ്വാതന്ത്ര്യം വേണമെന്നും പറയുന്ന ആളുകൾ അവർ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ നന്മയൊന്നുമല്ല, മറിച്ച് ആ സ്ത്രീകളെ അവരുടെ ലജ്ജയും അവരുടെ സുരക്ഷിതത്വവും അവരുടെ അഭിമാനവും അവരുടെ പവിത്രതയുമെല്ലാം അതില്ലായ്മ ചെയ്യുവാൻ, അവരുടെ ശരീരങ്ങളെ മറ്റുള്ളവർക്ക് ആസ്വദിക്കാവുന്ന രൂപത്തിൽ, മറ്റുള്ളവർക്ക് പ്രതിഫലിക്കാവുന്ന രൂപത്തിൽ അവരെ പ്രദർശിപ്പിക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ ദീനും ദുനിയാവും സുരക്ഷിതമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു നൽകിയ രൂപത്തിലുള്ള വസ്ത്രവിധാനത്തിലേക്ക്, ആ ഹിജാബിലേക്ക് നാം മാറേണ്ടതുണ്ട്. അള്ളാഹു പറയുന്നു, യാ
അയ്യുഹൻ നബിയു, നബിയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഖുല്ലി അസ്വാജിക, നബിയെ താങ്കൾ താങ്കളുടെ ഭാര്യമാരോടും, വബനാതിക, താങ്കളുടെ പെൺമക്കളോടും, വനിസാഇൽ മുഅ്മിനീന, സത്യവിശ്വാസികളായ സ്ത്രീകളോടും അവരുടെ സ്ത്രീകളോടും താങ്കൾ പറഞ്ഞുകൊള്ളുക, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവരുടെ മൂടുപടങ്ങൾ, തങ്ങളുടെ മൂടുപടങ്ങൾ അവരുടെ മേൽ താഴ്ത്തിയിട്ടുകൊള്ളുവാൻ അവരോട് പറഞ്ഞുകൊള്ളുക എന്ന് വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങുകയാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നു, അമറല്ലാഹു നിസാഅൽ മുഅ്മിനീൻ, മുഅ്മിനാത്തുകളായ മുസ്ലിം സ്ത്രീകളോട് അല്ലാഹു കൽപ്പിക്കുകയാണ്, ഇദാ ഖറജ്ന മിൻ ബുയൂതിഹിന്ന ഫീ ഹാജത്തിൻ, അവരവരുടെ വീട്ടിൽ നിന്ന് വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി പുറത്തിറങ്ങുമ്പോൾ, അയ്യുഗത്തീന വുജൂഹഹുന്ന മിൻ ഫൗഖി റൂസിഹിന്ന ബിൽ ജലാബീബ്, തലക്ക് മുകളിലൂടെ ജിൽബാബുകൾ കൊണ്ട് അവരവരുടെ വസ്ത്രങ്ങൾ, അവരുടെ മുഖങ്ങൾ മറച്ചുകൊള്ളട്ടെ, വയുബ്ദീന ഐനൻ വാഹിദതൻ, അവരവരുടെ ഒരു കണ്ണ് മാത്രം തുറന്നിട്ട് കൊള്ളട്ടെ എന്നാണ് ഈ ആയത്തിന്റെ ഉദ്ദേശമെന്ന് മഹാന്മാരായ സഹാബികൾ രേഖപ്പെടുത്തുകയാണ്. ഒന്നല്ല, പല സഹാബിമാരും ഇതേ അഭിപ്രായം രേഖപ്പെടുത്തിയതായി കാണാം. അവർക്ക് നടക്കുമ്പോൾ സഞ്ചരിക്കാനുള്ള വഴി കാണുന്നതിന് വേണ്ടി അവർ അവരുടെ ഒരു കണ്ണ് തുറന്നിട്ട് കൊള്ളട്ടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ആയത്തിന്റെ വിശദീകരണമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് ജിൽബാബ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാം, ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രത്തിനാണ് ജിൽബാബ് എന്ന് പറയുന്നത്. ഒരു സ്ത്രീയുടെ, അതല്ല ഒരു വ്യക്തിയുടെ സൗന്ദര്യം നിർണ്ണയിക്കപ്പെടുന്നത് അതവന്റെ മുഖത്തിലൂടെയാണ്. നാം സൗന്ദര്യത്തിന്റെ അണ്ണവും അതിന്റെ വണ്ണവും വലിപ്പവും ഒക്കെ അളക്കാറുള്ളത് ഒരാളുടെ മുഖം നോക്കിക്കൊണ്ടാണ്. മുഖം നോക്കിയാൽ മനസ്സിലാകും അവൻ സൗന്ദര്യമുള്ളവനാണോ, അവൻ വിരൂപിയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് സൗന്ദര്യവും അലങ്കാരവും എല്ലാം മറക്കണമെന്ന് പറയുമ്പോൾ അതിലാദ്യമായി പ്രവേശിക്കുന്നത് അത് മുഖം തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ആയത്ത് അവതരിച്ച സന്ദർഭത്തിൽ സഹാബി വനിതകൾ അവർ മുഖം മറച്ചത്, സഹാബികൾ അവർ ആയത്തിന് വിശദീകരണം നൽകിയത് അപ്രകാരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബികൾ പാലിക്കേണ്ട മര്യാദയായി, അദബായി അവരോട് പറയുകയാണ്, നിങ്ങൾ നബിമാരുടെ ഭാര്യമാരോട്, പ്രവാചകന്റെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അവരോട് നിങ്ങൾ വല്ല കാര്യങ്ങളും വല്ല സാധനങ്ങളും നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഹിജാബിന്റെ പിറകിലായിക്കൊണ്ട് ചോദിക്കണം, അഥവാ ഒരു മറക്ക് പിറകിലായിക്കൊണ്ട് നിങ്ങൾ അവരോട് ചോദിക്കേണ്ടതുണ്ട്. എന്തിനാണ് അങ്ങനെ പറയാനുള്ള കാരണം? അല്ലാഹു പറഞ്ഞു, ദാലികും അത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിന്ന, നിങ്ങളുടെ ഹൃദയത്തിലും അവരുടെ ഹൃദയത്തിലും ഏറ്റവും സംശുദ്ധ ആ വസ്ത്രധാരണമാണ്, ആ ഒരു നിലപാടാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെക്കാൾ സംശുദ്ധമായ ഹൃദയമുള്ളവർ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പില്ല. സഹാബത്തിനെ പോലെ തഖ്വയുള്ള സൂക്ഷ്മതയുള്ള ആരും തന്നെ ഇന്ന് ലോകത്തില്ല. അതുകൊണ്ട് ഈ നിയമം പാലിക്കാൻ നാമും ബാധ്യസ്ഥരാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഇത്തരത്തിലുള്ള ആയത്തുകൾ നമ്മെ അറിയിക്കുന്നത്. സ്ത്രീകൾ അവർ പുറത്തിറങ്ങുമ്പോൾ ശരീരം മുഴുവൻ മറക്കേണ്ടതുണ്ട് എന്നറിയിക്കുന്ന ധാരാളം തെളിവുകൾ, ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലാ തൻതഖിബിൽ മർഅത്തുൽ മുഹ്രിമ വലാ തൽബസിൽ ഖുഫാസൈൻ. ഇഹ്റാമിൽ ഒരു സ്ത്രീ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ അവൾ നിഖാബ് ധരിക്കാൻ പാടില്ല, അതുപോലെ അവൾ കയ്യുറ ധരിക്കാൻ പാടില്ല. ഈ ഹദീസിൽ നിന്നും നമുക്ക് നേരിട്ട് മനസ്സിലാകുന്നത് എന്താണ്? ഇഹ്റാമിലല്ലാത്ത സമയത്തെല്ലാം ഒരു സ്ത്രീ അവളുടെ മുഖവും മുൻകൈയും മറക്കേണ്ടതുണ്ട്. അതന്യ പുരുഷന്മാരിൽ നിന്നും അവൾ മറച്ചു വെക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ് അതിന്റെ അർത്ഥം. ഇഹ്റാമിൽ പ്രവേശിച്ചാൽ അവൾക്ക് മുഖം നിരുപാധികമായി തുറന്നിടാമെന്നല്ല. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇഹ്റാമിലായിരിക്കാൻ ഞങ്ങളുടെ അരികിലൂടെ യാത്രാ സംഘങ്ങൾ കടന്നു പോകുമായിരുന്നു. ഞങ്ങൾ റസൂലിന്റെ കൂടെയാണ്. അങ്ങനെ അവർ ഞങ്ങളുടെ അരികിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾ ഇഹ്റാമിലായിരിക്കുമ്പോൾ പോലും ഞങ്ങൾ ഞങ്ങളുടെ മുഖങ്ങൾ ജിൽബാബ് കൊണ്ട് മറച്ചിരുന്നു എന്നവർ രേഖപ്പെടുത്തുകയാണ്. അവർ ഞങ്ങളെ വിട്ടുപോയാൽ ഞങ്ങൾ ഞങ്ങളുടെ മുഖങ്ങൾ വീണ്ടും വെളിവാക്കാറുണ്ട് എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് രേഖപ്പെടുത്തുകയാണ്. ബനൂ മുസ്ദലിഖ് യുദ്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ യുദ്ധത്തിന് പോകുമ്പോഴും തന്റെ ഭാര്യമാരെ കൂട്ടാറുണ്ട്. അതല്ലെങ്കിൽ യാത്രകൾ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരെ കൂട്ടാറുണ്ട്. അങ്ങനെ ബനൂ മുസ്ദലിഖ് യുദ്ധത്തിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര ചെയ്തിരുന്നത് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയായിരുന്നു. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് അവർ മദീനയിലേക്ക് തിരിച്ചു വരികയാണ്. മദീനയോട് അടുത്തെത്തിയപ്പോൾ അവരെല്ലാവരും അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങുകയാണ്.
തുടങ്ങുകയും എല്ലാവരും തങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനായി ഓരോ സ്ഥലങ്ങളിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവരവരുടെ ആവശ്യം നിർവഹിച്ച് തിരിച്ചു വന്നപ്പോൾ അവരുടെ മാല കാണുന്നില്ല, അവരുടെ മാല നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ അത് അന്വേഷിക്കുന്നതിന് വേണ്ടി അവർ വീണ്ടും ആ സ്ഥലത്തേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ തിരിച്ചു വന്നപ്പോഴേക്കും ആളുകളെല്ലാം പോയിട്ടുണ്ട്, യാത്രാ സംഘം അവിടുന്ന് മടങ്ങിപ്പോയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ വാഹനപ്പുറത്ത് കയറിയിട്ടുണ്ട് എന്ന ധാരണയിൽ അവരെല്ലാവരും അവിടുന്ന് തിരിച്ചു പോവുകയാണ്. അങ്ങനെ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ അവരെയും കാത്തിരുന്ന് അവരെ ഉറക്കത്തിലേക്ക് ചാഞ്ഞു പോവുകയാണ്. ഈ സമയത്തതാ യാത്രാ സംഘത്തിന്റെ പിറകിൽ, എപ്പോഴും യാത്രാ സംഘത്തിന്റെ പിറകിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വ്യക്തിയെ അയക്കാറുണ്ട്. എന്തിനു വേണ്ടിയാണ് അയക്കുന്നത്? യാത്രയിൽ വല്ലതും നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കുവാൻ, യാത്രയിൽ വല്ല ആളുകളെയും നഷ്ടപ്പെട്ടു പോയാൽ അവരെ കൈപിടിച്ചു കൊണ്ടുവരാൻ പിന്നിൽ ഒരാൾ അയച്ചിട്ടുണ്ട്. അങ്ങനെ അതാ പിന്നിലൂടെ മഹാനായ സ്വഹാബി സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം കടന്നു വരികയാണ്. ഈ സമയത്ത് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവരവിടെ ക്ഷീണിച്ച് ഉറക്കത്തിലായി പോയിട്ടുണ്ട്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഅതാനി ഫഅറഫനി ഹീന റആനി. അങ്ങനെ സഫ്വാൻ ഇബ്നു മുഅത്തൽ എൻ്റെ അരികിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് എന്നെ മനസ്സിലായി. അങ്ങനെ وكان رآني قبل الحجاب. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഹിജാബിന്റെ ആയത്ത് അവതരിക്കുന്നതിന് മുൻപ് സഫ്വാൻ ഇബ്നു മുഅത്തൽ എന്നെ കണ്ടിരുന്നു, അതുകൊണ്ട് സഫ്വാനിന് എന്നെ മനസ്സിലായി. ഫസ്തൈഖൽതു ബിസ്തിർജാഇഹി ഹീന അറഫനി. അങ്ങനെ റസൂലിന്റെ ഭാര്യ ഒറ്റപ്പെട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ മഹാനായ സഫ്വാൻ ഇബ്നു മുഅത്തൽ അദ്ദേഹം ഉറക്കെ പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് കേട്ടപ്പോൾ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫഖമ്മർതു വജ്ഹി ബിജിൽബാബി. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതും അവരുടെ ജിൽബാബ് കൊണ്ട് അവരുടെ മുഖം പൊത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, വല്ലാഹി മാ കല്ലമനി കലിമതൻ. സഫ്വാൻ എന്നോട് ഒരു വാക്ക് പോലും അനാവശ്യമായി സംസാരിച്ചിട്ടില്ല. വലാ സമിഅതു മിൻഹു കലിമതൻ. മറ്റൊരു വാക്കും ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കേട്ടിട്ടില്ല. അങ്ങനെ സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വാഹനപ്പുറത്ത് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ കയറുകയും അവരങ്ങനെ മദീനയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. അങ്ങനെ ഒട്ടനവധി തെളിവുകൾ, ഒട്ടനവധി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇസ്ലാമിലെ ഹിജാബ് എന്താണ് എന്ന് നാം ഓരോരുത്തരും പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അതുകൊണ്ട് ഇസ്ലാമിലെ ഹിജാബ് അതിന് ചില നിബന്ധനകൾ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഒന്നാമത്തേത്, നമ്മുടെ ശരീരം അത് മുഴുവൻ മറയുന്നതായിരിക്കണം. അതിന്റെ അംഗലാവണ്യങ്ങൾ, അതിന്റെ സൗന്ദര്യങ്ങൾ അത് വെളിപ്പെടുത്താൻ പാടില്ല. രണ്ടാമതായി, ആ ധരിക്കുന്ന ഹിജാബ് അത് തന്നെ ഒരു അലങ്കാരമാകാൻ പാടില്ല. ഹിജാബ് ധരിക്കുന്നത് എന്തിനാണ്? അലങ്കാരവും സൗന്ദര്യവും മറക്കുവാനാണ്. പിന്നീട് ആ ഹിജാബ് തന്നെ അലങ്കാരമുള്ളതാണെങ്കിലോ കല്ലുകളും മുത്തുകളും പവിഴങ്ങളും ഒക്കെ തുന്നിച്ചേർത്ത്, അതല്ലെങ്കിൽ ആളുകളെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള വർണ്ണങ്ങളും നിറങ്ങളും ഒക്കെ ആക്കി അത്തരത്തിലുള്ള ഹിജാബുകൾ ധരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഒരു സ്ത്രീക്ക് ഏറ്റവും യോജിച്ചത് അത് കറുപ്പ് വസ്ത്രമാണ്. കറുപ്പിന്റെ വസ്ത്രം, അതിൽ മറ്റൊന്നും തുന്നിപ്പിടിപ്പിക്കാത്ത സാധാ നിലയുള്ള വസ്ത്രമാണ് അവൾക്ക് ഏറ്റവും യോജിച്ചത്. മൂന്നാമത്തേത്, അത് ഇടുങ്ങിയതാകാൻ പാടില്ല. നമ്മുടെ തൊലിയുടെ നിറം അത് കാണാൻ പാടില്ല. ഇത്തരത്തിലുള്ള നിബന്ധനകളൊക്കെ നാം പാലിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകമായി ഓർക്കുക. എന്നാൽ ഇസ്ലാമിന്റെ ഹിജാബ് പാലിക്കാതെ അത് വലിച്ചെറിയുന്നവർ, സ്വാതന്ത്ര്യത്തിന്റെ പുരോഗമനത്തിന്റെ പേര് പറഞ്ഞ് അത് വലിച്ചെറിയുന്ന ആളുകൾ, സ്ത്രീകൾ, സഹോദരികൾ, അവർ അറിഞ്ഞുകൊള്ളുക, നീ ധിക്കരിക്കുന്നത് ആരെയാണ്? നിന്നെ സൃഷ്ടിച്ച, നിന്നെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന, നിന്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും ഏറ്റവും നന്നായി അറിയുന്ന അള്ളാഹുവിനെയാണ് നീ ധിക്കരിക്കുന്നത് എന്ന കാര്യം നീ ഓർത്തു വെക്കുക. മാത്രമല്ല, നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പാപം അത് പരസ്യമായിക്കൊണ്ടാണ് നീ ചെയ്യുന്നത്. ഇസ്ലാമിന്റെ വേഷങ്ങൾ വലിച്ചെറിഞ്ഞ് നീ റോട്ടിലൂടെയാണ് നീ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തെറ്റുകൾ അത് പരസ്യമായി ചെയ്യുക എന്നത് അത് വെറും തെറ്റല്ല, തെറ്റുകൾക്കുമീതെ തെറ്റുകളായി, ഇരുട്ടുകൾക്കുമീതെ ഇരുട്ടുകളായി നിന്റെ മേൽ വന്ന് ഭവിക്കുന്നതാണ് എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളുക. അതുപോലെ ഹിജാബുകൾ വലിച്ചെറിഞ്ഞവർ, ഹിജാബ് വലിച്ചെറിഞ്ഞ് മറ്റു പാശ്ചാത്യന്റെ വസ്ത്രധാരണകൾ സ്വീകരിച്ചു പോയ ആളുകൾ നിന്നെ കണ്ടുകൊണ്ട് നിന്റെ വസ്ത്രത്തിന്റെ രൂപത്തിൽ ആകൃഷ്ടരായി മറ്റ് സ്ത്രീകളും അവരും നിന്നെ പിന്തുടർന്നാൽ അതിന്റെ പാപഭാരവും നിന്റെ അക്കൗണ്ടിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയേക്കാം. മാത്രമല്ല, അന്യപുരുഷന്മാർ അവരെ ആകർഷിക്കുന്നതിന് വേണ്ടി, അവരെ കുഴപ്പത്തിലാക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള വേഷവിധാനങ്ങൾ അത് പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ്. പുരുഷന്മാരുടെ നോട്ടത്തെ ആകർഷിക്കുവാൻ അതൊരു കാരണമാണ്. പ്രത്യേകിച്ച് പിശാച് അത്തരത്തിലുള്ള ചിന്തകൾ പുരുഷന്മാരുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള നിയമങ്ങൾ നമുക്ക് നിർണയിച്ചു തന്നത് എന്ന കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. എത്രയെത്ര ഭാര്യ ഭർത്താക്കന്മാരാണ് അവർ തമ്മിൽ തെറ്റുവാനുള്ള, പിണങ്ങുവാനുള്ള കാരണം എന്താണ്? ഒരു അന്യ സ്ത്രീയെ നോക്കുകയും അങ്ങനെ ആ നോട്ടം അത് പിന്നീട് സംസാരത്തിലേക്കും പിന്നീട് മറ്റ് ബന്ധങ്ങളിലേക്കും വഴിവിട്ടുപോയതാണ്. പല പ്രശ്നങ്ങൾക്കും അതിന്റെ തുടക്കം ഒരു നോട്ടമായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ കാരണമായി മറ്റുള്ളവർ വഴിപിഴക്കുവാൻ നിങ്ങൾ അതിനുള്ളൊരു കാരണമായി തീരരുത് എന്ന് പ്രത്യേകം
പ്രത്യേകമായി ഓർക്കുക. അതുകൊണ്ട് ഇസ്ലാമിന്റെ ഹിജാബ് വലിച്ചെറിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് എന്താണ്? നിന്റെ പവിത്രതയും നിന്റെ മഹത്വവും നിന്റെ സുരക്ഷിതവും അതുപോലെ നിന്റെ ലജ്ജയും ഒക്കെയാണ് നീ ഊരി വലിച്ചെറിയുന്നത് എന്ന ബോധം നിനക്കുണ്ടായിക്കൊള്ളട്ടെ. അതുകൊണ്ട് സുരക്ഷിതത്വവും സമാധാനവും അഭിമാനവും ചാരിത്രശുദ്ധിയുമൊക്കെ ആഗ്രഹിക്കുന്നവർ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ വിധിവിലക്കുകൾ പാലിക്കുകയും അത് മുറുകെ പിടിക്കുകയും ചെയ്യുക. അതിലാണ് വിജയവും സമാധാനവും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഹിജാബിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ മുൻപിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാർ, പ്രിയപ്പെട്ട സഹോദരന്മാർ, വീട്ടിലെ മുതിർന്ന ആളുകൾ, നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്ന പെൺമക്കൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ പെൺമക്കൾ, അവർക്കെല്ലാം ഇസ്ലാമിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് നാം പഠിപ്പിച്ചു നൽകിയിട്ടുണ്ടോ? ഇസ്ലാമിൻ്റെ മര്യാദകൾ, ഇസ്ലാമിൻ്റെ വസ്ത്രവിധാനം അവർക്ക് നാം പകർന്നു നൽകിയിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യുന്നതാണ്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങളിൽ ഓരോരുത്തരും ഉത്തരവാദിത്തം നൽകപ്പെട്ടവരാണ്. നിങ്ങളുടെ കീഴിലുള്ള ആളുകളെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഉപ്പ എന്ന നിലക്ക് എൻ്റെ മകൾ അവൾ എന്ത് വസ്ത്രമാണ് ധരിക്കേണ്ടത്, അവൾക്ക് ഇസ്ലാമിൻ്റെ ഹിജാബിനെ കുറിച്ച് നാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? നാം ഓരോരുത്തരും സ്വയം വിലയിരുത്തേണ്ട കാര്യമാണ്. ചെറുപ്പം മുതൽ തന്നെ നാം അവർക്ക് അത് ശീലിപ്പിക്കേണ്ടതുണ്ട്. ചില ആളുകൾ അവർ ചെറുപ്രായമല്ലേ എന്ന് വിചാരിച്ച് പെൺകുട്ടികൾക്ക് അവർക്ക് ആണുങ്ങളുടെ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നവരുണ്ട്. ജീൻസും പാൻറ്റുമൊക്കെ ചെറുപ്പത്തിലേ ഇട്ട് ശീലിപ്പിക്കുന്നവരുണ്ട്. നാം വിചാരിക്കും അവർ കുറച്ച് വലുതായാൽ നമുക്കത് മാറ്റിയെടുക്കാമെന്ന്. പക്ഷേ അവർ വലുതാകും തോറും അവരുടെ മനസ്സുകളിൽ അത് ഇടം പിടിച്ചിട്ടുണ്ടാവും. അവർക്ക് പിന്നീട് മറ്റു വസ്ത്രങ്ങളൊന്നും താല്പര്യമുണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ പെൺകുട്ടികളുടെ വസ്ത്രം ധരിപ്പിക്കുക, ആൺകുട്ടികൾക്ക് അവരുടെ വസ്ത്രം ധരിപ്പിക്കുക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഒരു സ്ത്രീ പുരുഷന്റെ വസ്ത്രമോ ഒരു പുരുഷൻ സ്ത്രീയുടെ വസ്ത്രമോ ധരിക്കാൻ പാടില്ല. അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ ഇത്തരത്തിലുള്ള വേഷവിധാനങ്ങൾ നാം പഠിപ്പിക്കുകയും അത് പാലിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഭർത്താവ് എന്ന നിലയിൽ തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഭാര്യയെക്കുറിച്ച് തനിക്ക് ബോധ്യമുണ്ടാകേണ്ടതുണ്ട്. എൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അവളുടെ വസ്ത്രവിധാനം എങ്ങനെയാണ്, അവളുടെ സൗന്ദര്യങ്ങളും അവരുടെ അംഗലാവണ്യങ്ങളുമെല്ലാം അത് മറഞ്ഞിട്ടുണ്ടോ, അവൾ സുഗന്ധം പൂശിയിട്ടുണ്ടോ, അവൾ മറ്റുള്ളവർക്ക് ആസ്വദിക്കാവുന്ന രൂപത്തിലാണോ വസ്ത്രം ധരിച്ചിരിക്കുന്നത് എന്ന് ഓരോരുത്തരും പരിശോധിക്കുക. ഒരു ഭർത്താവ് എന്ന നിലയിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നാം ശ്രദ്ധിക്കാറുണ്ടോ, നിർവഹിക്കാറുണ്ടോ എന്ന് ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് പെൺമക്കളെ വളർത്തുക എന്നത്, പെൺകുട്ടികളെ ഇസ്ലാമിക മര്യാദയിൽ അവരെ വളർത്തുക, അവരോട് റഹ്മത്ത് ചെയ്യുക എന്നത് അങ്ങേയറ്റം പ്രതിഫലം നൽകപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ കുന്ന ലഹു സലാസു ബനാത്തിൻ, ആർക്കെങ്കിലും 3 പെൺമക്കൾ ഉണ്ടാവുകയും യുവീഹിന്ന, അവർ ആ പെൺമക്കൾക്ക് അഭയം നൽകുകയും വയർഹമുഹുന്ന, അവരോട് കാരുണ്യത്തോടുകൂടി പെരുമാറുകയും വയക്ഫുലുഹുന്ന, അവരുടെ ചിലവുകൾ വഹിക്കുകയും അവരെ സംരക്ഷിക്കുകയുമാണെങ്കിൽ വജബത് ലഹുൽ ജന്നഹ് അൽബത്ത, അവർക്ക് സ്വർഗം നിർബന്ധമായിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഈ സമയത്ത് സഹാബികൾ ചിലർ ചോദിക്കുകയാണ്, റസൂലേ ഫഇൻ കാനത് ഇസ്നതൈൻ, അത് 2 ആളുകളാണെങ്കിലോ? റസൂലുള്ളാഹി പറഞ്ഞു, 2 ആളുകളാണെങ്കിലും ഈ പ്രതിഫലം അവർക്കുണ്ട്. എന്നിട്ട് ഹദീസ് ഉദ്ധരിക്കുന്ന റാവിമാർ അവർ പറഞ്ഞതായി കാണാം, റസൂലിനോട് ഒരാളാണെങ്കിലോ എന്ന് ചോദിച്ചാൽ ഒരാളാണെങ്കിലും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് മറുപടി നൽകുമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ പെൺമക്കൾക്ക് ഇസ്ലാമിന്റെ മര്യാദകൾ, ഇസ്ലാമിന്റെ ഹിജാബ് അത് പഠിപ്പിച്ചു കൊടുക്കുകയും ഇസ്ലാമിക വേഷവിധാനങ്ങളും സംസ്കാരങ്ങളും ചെറുപ്പം മുതലേ അവരെ പരിശീലിപ്പിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم صل وسلم على نبينا محمد.